വഖഫ് ബില്ലിനെ ശക്തമായി പിന്തുണച്ച SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എതിരല്ല വഖഫ് ബില്ല്. എന്നാൽ ഉള്ളുകൊണ്ട് ആഗ്രഹമില്ലാത്തവരും മുനമ്പത്ത് പോയി പ്രസംഗിച്ചവരും ബില്ലിനെ എതിർത്തു. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെതെന്നും മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കണിച്ചുകുളങ്ങരയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇരുവരും. മുസ്ലിങ്ങൾക്ക് ഒരിക്കലും എതിരല്ല എന്ന് നരേന്ദ്രമോദി 4 വട്ടം 4 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു പാവപ്പെട്ട മുസ്ലിമിനും എതിരല്ല, ആർക്കും എതിരല്ല. കൈവശം ഇരിക്കുന്ന അവർക്ക് തുടർന്ന് കിട്ടുക എന്നുള്ള അതിൽ വെച്ചുകൊണ്ടുള്ള ഒരു നിയമം വന്നു എങ്കിൽ, ഞാൻ നിയമത്തെ പറ്റി ഉള്ളു പഠിച്ചിട്ടില്ല, ഒന്നെങ്കിൽ അത് നല്ലത് തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, നമുക്കറിയാം ഇപ്പോൾ പാർലമെന്റിൽ ഈ വഖഫ് ബില്ലിൽ മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം വഖഫ് ബില്ലിന്റെ പലതരത്തിലുള്ള വശങ്ങളെ കൂടിയും കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ വഖഫ് ബില്ലിന് ശക്തമായൊരു പിന്തുണയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടുന്നതും അത്തരം കാര്യം തന്നെയല്ലേ? തീർച്ചയായും വഖഫ് ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ശക്തമായി പിന്തുണയ്ക്കുകയായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക്, അതായത് ഭാരതത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഒരിക്കലും എതിരല്ല വഖഫ് ബില്ല് കൊണ്ടുവരുന്നതുകൊണ്ട്. മാത്രമല്ല വഖഫ് ബില്ല് മുസ്ലിമിന് എതിരില്ല എന്ന് നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു വിഭാഗത്തിന് മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഭാരതത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഒരിക്കലും എതിരല്ല. ഉള്ളുകൊണ്ട് ആഗ്രഹമില്ലാത്തവർ പോലും വഖഫ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യേണ്ട ഒരു ഗതികേട്, അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തുറന്ന് കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഹൈബി ഈഡൻ MPയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്. കാരണം മുനമ്പത്ത് പോയി പ്രസംഗിച്ചവരും ബില്ലിനെ എതിർത്തു. അത് അവരുടെ ഗതികേട് കൊണ്ടാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് നേടാനായി ആഗ്രഹമില്ലാഞ്ഞിട്ട് പോലും ബില്ലിനെ ശക്തമായി എതിർത്ത ആളുകളാണ് കോൺഗ്രസുകാർ. അതുകൊണ്ട് തന്നെ മുനമ്പത്ത് പോയി പ്രസംഗിച്ച ആളുകൾ പോലും പാർലമെന്റിൽ ബില്ലിനെ എതിർത്തു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വഖഫ് ബില്ല് മുസ്ലിമിന് ഒരിക്കലും എതിരല്ല എന്ന് നരേന്ദ്രമോദി ആവർത്തിച്ച് തന്നെ പല തവണ വ്യക്തമാക്കിയതാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അത് കൂട്ടാക്കാൻ ഒരു വിഭാഗം തയ്യാറാകുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അതിന് കാരണമെന്ന് വെള്ളാപ്പള്ളി വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ സന്ദർശിക്കാൻ എത്തിയിരുന്നു. രാവിലെ 11:15 കൂടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയത്. ഏതാണ്ട് 2.5 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ ഇരുവരും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആ സംസാരിക്കുന്ന ആ ഒരു സമയത്താണ് വെള്ളാപ്പള്ളി വഖഫ് ബില്ലിനെ ശക്തമായി തന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. വിഷ്ണു, ശരി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്.